Let's talk about the sagas of the tiffin carriers, Dabbawalas. 9th ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അവസാന പാഠഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ സാഗാസ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ദ ഡബ്ബാവാലാസ്. ഇത് എഴുതിയിട്ടുള്ളത് ഹ്യൂ ആൻഡ് കോളൻ എന്ന് പറയുന്ന 2 റൈറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ദ സാഗാസ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹ്യൂ ആൻഡ് കോളൻ. ദ സ്റ്റോറി ഈസ് അബൌട്ട് ഡബ്ബാവാലാസ്. ഓൾറെഡി അതിൽ പറയുന്നുണ്ട്. ആരെ പറ്റി അതിൽ പറയുന്നത്? ഡബ്ബാവാലാസിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. ഇനി ആരാണ് ഈ ഡബ്ബാവാലാസ്? ഈ ഡബ്ബാവാലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുംബൈ സിറ്റിയിൽ, ഈ കഥ നടക്കുന്നത് മുംബൈ സിറ്റിയിലാണ്. മനസ്സിലാക്കണം, ഈ കഥ നടക്കുന്നത് മുംബൈ സിറ്റിയിലാണ്. മുംബൈ സിറ്റിയിലെ ഓഫീസിലുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഡബ്ബാവാലാസ്. പിന്നെ ഡബ്ബ എന്ന് പറഞ്ഞാൽ നമ്മളും വീട്ടിലൊക്കെ പറയാറുണ്ടല്ലോ, ഈ പാത്രം, ടിഫിൻ ബോക്സില്ലേ, പല വീടുകളിൽ നിന്ന് ടിഫിൻ ബോക്സ് കളക്ട് ചെയ്തിട്ട് അവരുടെ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്കാണ് എന്ത് പറയാ? ഡബ്ബാവാലാസ്. അപ്പോൾ അവരുടെ കഥയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ദ സാഗാസ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ദ ഡബ്ബാവാലാസ്. ശരിക്കും സാഗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വീരകഥകൾ എന്നൊക്കെ ആട്ടോ. അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് ആരുടെ കഥയാണ്? ഡബ്ബാവാലാസിന്റെ. നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡബ്ബാവാലാസിന്റെ കഥയാണ്. ഓക്കെ അല്ലേ? നമുക്കിപ്പം ഞാൻ കുറച്ച് പോയിന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ തോന്നാം, അല്ലെങ്കിൽ ഇതെന്ത് കഥയാണ്, ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ തോന്നാം. സോ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും വളരെ ഷോർട്ടായിട്ട് പഠിക്കാനും ഞാൻ കുറച്ച് ഷോർട്ട് നോട്ടാക്കി ഈ പാഠത്തെ തിരിച്ചിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ കഥ. ഓക്കെ, ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡബ്ബാവാലാസ് ആർ യൂണീക്ക് ടു മുംബൈ. നമുക്ക് ഈ ഡബ്ബാവാലാസിനെ മുംബൈയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഫുഡ് ഇങ്ങനെ വീട്ടിൽ നിന്നെടുത്ത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക, ഓഫീസിൽ നിന്ന് ടിഫിൻ എടുത്ത് വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. ഈ തലയിൽ വലിയ പാത്രമൊക്കെ വെച്ച് ഈ ടിഫിൻ ബോക്സ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? മുംബൈയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്, ദേ ആർ യുണീക്ക് ടു മുംബൈ. ഓക്കെ, ആരാണ് ഇവിടെ ദേ എന്ന് പറയുന്നത്? ഡബ്ബാവാലാസ് ആണ്. ഡബ്ബാവാലാസ് ആർ യുണീക്ക് ടു മുംബൈ. ഇവരെ നമുക്ക് മുംബൈയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്താ? ലാൻഡ് ഇൻ മുംബൈ ഈസ് വെരി എക്സ്പെൻസീവ്. ലാൻഡ് ഇൻ മുംബൈ ഈസ് വെരി എക്സ്പെൻസീവ്. മുംബൈയിൽ സ്ഥലത്തിന് ഭയങ്കര വിലയാണ്. മുംബൈ അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്. സോ പീപ്പിൾ കാൺ ബൈ ഹൗസസ് നിയർ ദിയർ വർക്ക് പ്ലേസസ്. അപ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്താ പറയുക? അവർ ജോലി എടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊന്നും അവർക്ക് എന്ത് വാങ്ങാൻ പറ്റൂല? വീടോ ഫ്ലാറ്റോ. വീട് വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. വീടൊന്നും എടുക്കാനേ ആയില്ല, ഫ്ലാറ്റോ ഒന്നും വാങ്ങാൻ പറ്റൂല. അപ്പോൾ 2 പോയിന്റ് ആയ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡബ്ബാവാലാസ് ആർ യുണീക്ക് ടു മുംബൈ. ഡബ്ബാവാലാസ് നമുക്ക് മുംബൈയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മുംബൈയിൽ സ്ഥലത്തിന് പൈസ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിൻ്റെ അടുത്തൊന്നും ആർക്കും എന്ത് വാങ്ങാൻ പറ്റൂല? വീട് വാങ്ങാൻ വേണ്ടി പറ്റൂല. ഇനി അടുത്തത്, മുംബൈ അട്രാക്ട്സ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുംബൈ അട്രാക്ട്സ് ഇനി അടുത്ത പോയിന്റ് എന്താ? മുംബൈ അട്രാക്ട്സ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഈ മുംബൈ എന്ന് പറഞ്ഞ സിറ്റി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും എവിടെയുണ്ട്? നമ്മുടെ മുംബൈ സിറ്റിയിലുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും മുംബൈ സിറ്റിയിലുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്ത്യക്കാർക്ക് പലർക്കും പല ഭക്ഷണ രീതികളാണ് മൈൻഡിൽ വെക്കണേ. പലർക്കും പല ഭക്ഷണ രീതികളാണുള്ളത്. ഓക്കെ, ചിലർ മാംസം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. പച്ചക്കറി കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ കഴിക്കുന്നവരും കഴിക്കാത്തവരൊക്കെ ആയിട്ടുള്ള പല ആളുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ അല്ലേ? സോ അടുത്ത പോയിന്റ് എന്താണ്? മുംബൈ അട്രാക്ട്സ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും നമ്മുടെ മുംബൈ സിറ്റിയിലുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താ? ദ ഫുഡ് ക്വാളിറ്റി ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ഇൻ മുംബൈ. മുംബൈയിൽ ഭക്ഷണത്തിനൊന്നും അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. ഫാസ്റ്റ് ഫുഡൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. സോ തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. കാരണം അവിടെ തിരക്കാണ്. അവിടെ എന്ത് കൊടുത്താലും ആൾക്കാർ കഴിക്കും. സോ ഫുഡിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പലർക്കും പല ഭക്ഷണ രീതികളാണ്. ഇപ്പം ഇന്ത്യയിൽ ഒരു വിഭാഗം ആൾക്കാർ ചപ്പാത്തിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ ചോറിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പലർക്കും പല ഭക്ഷണ രീതികളാണ് ഇന്ത്യയിൽ. അപ്പം ഒന്നും കൂടി പറഞ്ഞുതരാം, മുംബൈ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്ട് ചെയ്യുന്ന പല ആളുകൾക്കും പല ഭക്ഷണ രീതികളാണ്. അടുത്ത കാര്യം എന്താണ്? ദ ഫുഡ് ക്വാളിറ്റി ഈസ് നോട്ട് സോ ഗുഡ് ഇൻ മുംബൈ. മുംബൈയിൽ ഭക്ഷണം അത്ര നല്ല ക്വാളിറ്റി ഒന്നുമില്ല. സോ അങ്ങനെ ഭക്ഷണം നല്ല ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സോ ദേ ഹാവ് 2 ചോയ്സസ്. അവിടെയുള്ള ആളുകൾക്ക് 2 ചോയ്സ് ആണുള്ളത്.
ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ഓർ ഗോ ഹംഗ്രി. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ വിശന്നിരിക്കുക. അപ്പോൾ മുംബൈയിലെ വർക്കിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ 2 ഓപ്ഷനേ അവരുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആലോചിക്കുകയാണ്, സോ ദേ തിങ്ക് ഓഫ് ഹീറ്റിംഗ് ഹോം കുക്ക്ഡ് ഫുഡ്. അവരിങ്ങനെ ആലോചിക്കുക, ഈ ഭക്ഷണം കഴിക്കാണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക, ജോലി സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന് അവർ ആരെങ്കിലും വീട്ടിലുണ്ടാക്കിയിരുന്ന ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അവരുടെ ഈ ഒരു ആലോചന അല്ലേ, ആ ഒരു ഐഡിയ അല്ലേ. ഫ്രം ദിസ് ഐഡിയ ദ സ്റ്റോറി ഓഫ് ഡബ്ബാവാലാസ് ബിഗിൻസ്. ഇവരുടെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉച്ച സമയമാകുമ്പോൾ വീട്ടിലുണ്ടാക്കിയ ഫുഡൊന്നും നമുക്ക് എവിടെ കൊണ്ടു തന്നാലോ, ഓഫീസിൽ കൊണ്ടു തന്നാലോ എന്ന് തോന്നിയ ആ ഒരു ഐഡിയയുടെ പുറത്ത്, അവരുടെ ആ ഒരു ഐഡിയയുടെ പുറത്ത്, ഫ്രം ദിസ് ഐഡിയ ദ സ്റ്റോറി ഓഫ് ഡബ്ബാവാല ബിഗെയിൻസ്. ഈ ഒരു ഐഡിയയുടെ പുറത്താണ് ഡബ്ബാവാലാസിന്റെ കഥ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ തുടക്കം. ഇനി എങ്ങനെയാണ് ഡബ്ബാവാല സിസ്റ്റം തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, ഓർത്തു വെക്കണേ. ഇൻ 1819 ആൻ ഓൾഡ് പാർസി ലേഡി, ഒരു സ്ത്രീ, ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ, വാണ്ടഡ് ടു സെൻഡ് ലഞ്ച് ടു ഹെർ ഹസ്ബൻഡ്. ആ സ്ത്രീക്ക് ലഞ്ച്, ഉച്ചഭക്ഷണം അവരുടെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കണം. ഹു വർക്ക്ഡ് ഇൻ ബോംബെ. അവർ മുംബൈ സിറ്റിയുടെ പഴയ പേരാ ബോംബെ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡിന് ഉച്ചഭക്ഷണം അയച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണ്. യൂസിങ് എ പേഴ്സൺ കോൾ മഹാദേവ് ഇവാജി ബച്ച. അങ്ങനെ ഇവരൊരാളുടെ സഹായം തേടുകയാണ്. ഭർത്താവിന് ഭക്ഷണം അയച്ചു കൊടുക്കാൻ മഹാദേവ് വിവാജി ബച്ച എന്ന് പറയുന്ന ആളുടെ സഹായം തേടിയിട്ട് ഭർത്താവിന് എന്ത് അയച്ചു തുടങ്ങുകയാണ്, ഉച്ചഭക്ഷണം അയച്ചു തുടങ്ങുകയാണ്. ഇതാണ് ഏത് സിസ്റ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഡബ്ബാവാല സിസ്റ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം 1890 ഒരു പാർസി ലേഡി, ഇയാളുടെ പേര് ഓർത്തു വെക്കണേ, മഹാദേവ് വിവാജി ബച്ച എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ച് ബോംബെയിൽ വർക്ക് ചെയ്യുന്ന തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം അയച്ചു തുടങ്ങുകയാണ്. വിച്ച് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം. ഇതായിരുന്നു എന്തിന്റെ തുടക്കം, ഡബ്ബാവാല സിസ്റ്റത്തിന്റെ തുടക്കം. ഒന്നും കൂടി പറഞ്ഞുതരാം. 1890 ഒരു പാർസി ലേഡി, ഒരു സ്ത്രീ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന തന്റെ ഭർത്താവിന് വേണ്ടി മഹാദേവ് വിവാജി ബച്ച എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ച് ഉച്ചഭക്ഷണം അയക്കാൻ തുടങ്ങി, അയാളുടെ കയ്യിൽ കൊടുത്തു വിടാൻ തുടങ്ങി. ഇതായിരുന്നു ഡബ്ബാവാല സിസ്റ്റത്തിന്റെ എന്തെന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ഡബ്ബാവാല സിസ്റ്റം തുടങ്ങിയേ. ഇപ്പോൾ സിസ്റ്റത്തിന്റെ അവസ്ഥ എന്താ അറിയോ? നൗ ദ സിസ്റ്റം ഹാസ് ട്രെയിൻഡ് 5000 ഡബ്ബാവാലാസ്. ഈ സിസ്റ്റത്തിൽ ഇപ്പം 5000, എത്രയാണ്, 5000 ട്രെയിൻഡ് ആയിട്ടുള്ള ഡബ്ബാവാലാസ് ഉണ്ട്. 5000 ആളുകൾ ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1890 ആ ഒരു പാർസി ലേഡി തുടങ്ങിയ സിസ്റ്റത്തിൽ ഇപ്പൊ ടോട്ടൽ 5000 ഡബ്ബാവാലാസ് ഉണ്ട്. ഈ 5000 ഡബ്ബാവാലാസിൽ തന്നെ 3500, ടോട്ടൽ എത്രയാണ്, 5000, ടോട്ടൽ 5000ത്തിൽ 3500 ഡബ്ബാവാലാസ് വെസ്റ്റേൺ റെയിൽവേയിലും 1500 ഡബ്ബാവാലാസ് സെൻട്രൽ റെയിൽവേയിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിത്ത് 3500 വർക്കിംഗ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ ആൻഡ് 1500 വർക്കിംഗ് ഓൺ ദ സെൻട്രൽ റെയിൽവേ. ഇതിൽ ടോട്ടൽ നമുക്ക് ടോട്ടല് എത്ര ഡബ്ബാവാലാസ് ആണ്, 5000 ഡബ്ബാവാലാസ്. അതിൽ 3500 ഡബ്ബാവാലാസ് വെസ്റ്റേൺ റെയിൽവേയിലും 1500 ഡബ്ബാവാലാസ് സെൻട്രൽ റെയിൽവേയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അറിയോ? ഈ ഡബ്ബാവാലാസിന് ടോട്ടല് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അറിയോ? ഈ ഡബ്ബാവാലാസിന് ഇനി ഈ ഡബ്ബാവാലാസിന് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അറിയോ? ടോട്ടല് 2 ലക്ഷം, 2 lakh കസ്റ്റമേഴ്സ് ഉണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. ടോട്ടൽ 5000, പഠിക്കണം മക്കളെ, പഠിക്കണം, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ടോട്ടൽ 5000 ഡബ്ബാവാലാസ് ഉണ്ട്. ഈ 5000 ഡബ്ബാവാലാസിൽ 3500 ആളുകൾ വർക്ക് ചെയ്യുന്നത് വെസ്റ്റേൺ റെയിൽവേയിലാണ്, 1500 ആൾക്കാർ വർക്ക് ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേയിലാണ്. ഇവർക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? 2 lakh കസ്റ്റമേഴ്സ് ഉണ്ട്. എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? 2 lakh കസ്റ്റമേഴ്സ്. 1890 ഒരു പാർസി ലേഡി തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം അയച്ചു തുടങ്ങിയ ഡബ്ബാവാല സിസ്റ്റം ഇന്ന് ടോട്ടൽ 5000 ഡബ്ബാവാലാസിൽ 3500 ഡബ്ബാവാലാസ് വെസ്റ്റേൺ റെയിൽവേയിലും 1500 സെൻട്രൽ റെയിൽവേയിലും 2 ലക്ഷം കസ്റ്റമേഴ്സിന് മുംബൈ സിറ്റിയിൽ നിന്ന് എന്തെത്തിക്കുന്നുണ്ട്? ഭക്ഷണം എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് നോക്കാനുള്ളത് ഈ ഡബ്ബാവാലാസിന്റെ ഷെഡ്യൂളാണ്.
ഇവർ എപ്പോഴാണ് കളക്ട് ചെയ്യുക, എപ്പോഴാണ് കൊണ്ടുപോയി കൊടുക്കുക, എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിക്കുക? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഡബ്ബാവാലാസിൻ്റെ ഷെഡ്യൂളാണ്. ഇവരെപ്പോഴാണ് ഇത് കളക്ട് ചെയ്യുക, എപ്പോഴാണ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? അത് നോക്കാം. നോക്കിക്കോ. ദ ഡബ്ബാവാലാസ് കളക്ട് ടിഫിൻ ബോക്സസ് ബൈ 8 AM. ഇവർ രാവിലെ 8 മണി AM, 8 മണിക്ക്, രാവിലെ 8 മണിക്ക് ഇവരെന്ത് കളക്ട് ചെയ്യും? ടിഫിൻ ബോക്സ് കളക്ട് ചെയ്യും. 8 മണിക്ക് ടിഫിൻ ബോക്സ് കളക്ട് ചെയ്തിട്ട് ഇഫ് നോട്ട് റെഡി ദേ ഗിവ് ദ കസ്റ്റമർ അനദർ ചാൻസ്. ഇവർ ഭയങ്കര കർക്കശക്കാരാട്ടോ. ലേറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടില്ലെങ്കിൽ കസ്റ്റമർ ഒരൊറ്റ ചാൻസ് കൊടുക്കും. എന്നിട്ടും ലേറ്റ് ആയാൽ, ഒരു ചാൻസ് കൊടുത്തിട്ട് ലേറ്റ് ആയാൽ, ലേറ്റ് കസ്റ്റമേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ്. നേരം വൈകിയ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യും? അവർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും. രാവിലെ 8 മണിക്ക് അവർ വീടിൻ്റെ മുമ്പിലെത്തും. ചേച്ചിയെ ആയോ എന്ന് ചോദിക്കും. ആയിട്ടില്ലെങ്കിലോ ഒരു ചാൻസ് കൊടുക്കും. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ അയാൾ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. അപ്പോൾ രാവിലെ 8 മണിക്ക് കളക്ട് ചെയ്യും. They deliver the lunch boxes by 1 PM. ഇവരിത് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. 1 മണിക്കാണ്. 1 മണി PM ഇത് എവിടെ എത്തിക്കും? ഓഫീസിലെത്തിക്കും. ഓക്കെ അല്ലേ? 1 മണിക്ക് അത് ഓഫീസിലെത്തിക്കും. 1 PM. ആൻഡ് കളക്ട് എംപ്റ്റി ടിഫിൻ ബോക്സസ് അറ്റ് 2 PM. ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ടിഫിൻ ബോക്സസ് 2 മണിക്ക് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. 2 മണിക്ക് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. കഴിച്ചു കഴിഞ്ഞത് 2 മണിക്ക് പോയിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പോഴും പോയിട്ട് ചോദിക്കും, ചേട്ടാ കഴിച്ചു കഴിഞ്ഞോ? പാത്രം തരുമോ? പാത്രം തന്നിട്ടില്ലെങ്കിൽ ഒരൊറ്റ ചാൻസ് കൊടുക്കും. എന്നിട്ടും പാത്രം തന്നിട്ടില്ലെങ്കിൽ അവർ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. അങ്ങനെ 2 മണിക്ക് ടിഫിൻ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. ഓക്കെ. And collect empty tiffin boxes by 2 PM with a second chance for the late pickups. കൊടുക്കാൻ ലേറ്റ് ആയാൽ ഒരൊറ്റ ചാൻസ് ഉണ്ട്. ഇനി empty tiffin boxes are delivered back home by 5:30 PM. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ടിഫിൻ ബോക്സസ് ഒരു 5:30 ആകുമ്പോൾ എവിടെ എത്തിച്ചു കൊടുക്കും? തിരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും. The service charges 500 per customer. ഓരോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും 500 രൂപയാണ് ഇവരെന്ത് ചെയ്യുക? വാങ്ങുക. ഓരോ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും മാസം 500 രൂപയാണ് വാങ്ങുക. ഇങ്ങനെയാണ് ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. രാവിലെ 8 മണിക്ക് പോയി ടിഫിൻ ബോക്സ് കളക്ട് ചെയ്യും. 1 മണിക്ക് ഓഫീസിൽ കൊടുക്കും. 2 മണിക്ക് തിരിച്ചു വാങ്ങും. 5:30 തിരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇതിന് മൊത്തം ഇവർ ഒരു മാസം 500 രൂപയാണ് വാങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വർക്ക് ചെയ്യുന്നത്? ഡബ്ബാവാല സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. മനസ്സിലാക്കിയാൽ മതി. ദ ഡബ്ബാവാല യൂസസ് ആൻ ആൽഫ ന്യൂമറിക് സിസ്റ്റം ടു ഐഡന്റിഫൈ ടിഫിൻ ബോക്സസ് ആൻഡ് ഡെലിവറി പ്ലേസസ്. ഈ ഡബ്ബാവാലാസ് ഉപയോഗിക്കുന്നത് ഒരു നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ടിഫിനും കാണാൻ ഒരുപോലെ അല്ല ഉണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവണ്ടേ ഏത് ഓഫീസിൽ ഏതാ കൊടുക്കേണ്ടത്, ഏത് വീട്ടിൽ ഏതാ കൊടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ സപ്പോസ് എന്താ പറയുക, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്ക് ബീഫ് കൊണ്ടു കൊടുത്തിട്ടൊന്നും കാര്യമുണ്ടോ? ഇല്ല. ടിഫിൻ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല? മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ ന്യൂമറിക് സിസ്റ്റം. സിമ്പിളാണ്, ഒന്നുമില്ല. നമ്പറിംഗ് സിസ്റ്റം എന്ന് പഠിച്ചാൽ മതി. ആൽഫ ന്യൂമറിക്കിന് പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? നമ്പറിംഗ് സിസ്റ്റം. ഓരോ ടിഫിൻ ബോക്സിന്റെ മുകളിൽ, ഇതിപ്പോൾ ടിഫിൻ ബോക്സ് ആണെങ്കിൽ 1, അടുത്ത ടിഫിൻ ബോക്സിന്റെ മുകളിൽ 2, 3, 4 അങ്ങനെ കുറേ നമ്പർ ഇങ്ങനെ ആൽഫ ന്യൂമറിക് സിസ്റ്റം അവർ ഉപയോഗിക്കും. എന്തിനാണ് അങ്ങനെ ആൽഫ ന്യൂമറിക് സിസ്റ്റം ഇടുന്നത്? ഇതാണ് എന്ത് മനസ്സിലാക്കി കൊടുക്കുക? ഡെലിവറി ചെയ്യേണ്ട പ്ലേസ് എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ടിയോ എടുക്കേണ്ടിയൊക്കെ ഈ ആൽഫ ന്യൂമറിക് സിസ്റ്റം വെച്ചിട്ടാണ് ഇവർ മനസ്സിലാക്കുക. ഡിസ്പൈറ്റ് ഹാവിങ് മെമ്പേഴ്സ് ഓഫ് ഏജ്ഡ് 21 to 74. ഈ ഒരു ഡബ്ബാവാല സിസ്റ്റത്തിൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ആൾക്ക് എത്ര വയസ്സറിയോ? 74 വയസ്സാണ്. അതിൻ്റെ ഏറ്റവും യങ് ആയിട്ടുള്ള ആൾക്ക് എത്ര വയസ്സാണ്? 21 വയസ്സാണ്. ഇത്രയും ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. 71 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ദ സിസ്റ്റം റൺ സ്മൂത്ത്ലി. ഇപ്പോഴും ആ സിസ്റ്റം യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും 2 ലക്ഷം കസ്റ്റമേഴ്സും 5000 ഡബ്ബാവാലാസ് ഉണ്ടായിട്ടും അതിനൊരു തെറ്റുകുറ്റങ്ങളും ഇതുവരെ പറ്റിയിട്ടില്ല.
ഡ്യൂ ടു ദ ഇൻറ്റൻസ് ട്രെയിനിങ്, അവർ നല്ല ട്രെയിനിങ് കൊടുക്കും ഡബ്ബാവാലാസ്, മേക്കിംഗ് ഇറ്റ് റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. ആ ഒരു സിസ്റ്റത്തിനെ ഏറ്റവും അടിപൊളിയാക്കി മാറ്റാൻ, ഏറ്റവും എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ട്രെയിനിങ് ഓരോ ഡബ്ബാവാലാസിനും കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സാഗാസ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറയുന്ന പാഠം. വളരെ സിമ്പിളാണ്, ഇത്ര മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഈ നോട്ട് നോക്കി വെക്കുക, ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളൂ. ഇത്ര കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് പഠിക്കുക, ഈ വീഡിയോ നല്ലോണം കണ്ടുപഠിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. അതുവരേക്കും